അഡ്വക്കേറ്റ് ഹസ്കർ, ഇന്ന് പ്രോസിക്യൂഷനെയും സുപ്രീം കോടതി വിമർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രശസ്തനായ 8-ാം പ്രതി വിചാരണ നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണല്ലോ പ്രോസിക്യൂഷന്റെ, അതായത് സർക്കാരിന്റെ വാദം. ആ സമയത്ത് പ്രോസിക്യൂഷൻ അതായിക്കൊള്ളട്ടെ എന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ലല്ലോ. പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇത്രയും പ്രമാദമായ ഒരു കേസിൽ സമയബന്ധിതമായി വിചാരണ പൂർത്തീകരിച്ച് കുറ്റക്കാരെ ശിക്ഷിക്കാൻ കഴിയാത്തത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ബാധ്യത സ്വാഭാവികമായും പ്രോസിക്യൂഷനുണ്ട്. അഭിലാഷ്, ഇതില് നമ്മുടെ നീതിന്യായ സംവിധാനത്തിന്റെ ഫെയിലിയർ അല്ലെങ്കിൽ ഒരു വലിയ പരാജയം കൂടിയാണ് ഈ കേസ്. സ്വാഭാവികമായും പ്രബലന്മാരും സമ്പന്നരുമായിട്ടുള്ള പ്രതികൾക്ക് തങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികളെ അഭിഭാഷകരായി നിയമിക്കുവാനും തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ കേസിന്റെ വിചാരണ അനിതര സാധാരണമായ സാഹചര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്നതിനുമുള്ള സാഹചര്യം ഉണ്ട് എന്ന് തെളിയിക്കുന്നതിനുള്ള ഉത്തമ ഉദാഹരണമായി നിയമവൃത്തങ്ങൾ ഈ കേസ് പഠിക്കേണ്ടിയിരിക്കുന്നു. അതിനൊരു മനോഹരമായിട്ടുള്ള ഉദാഹരണമാണ് ഈ കേസ്. സ്വാഭാവികമായും വളരെ അപകടം ദുർഘടം പിടിച്ചതുമായിട്ടുള്ള ഒരു കേസിന്റെ വിചാരണഘട്ടമാണ് പ്രോസിക്യൂഷൻ നടത്തിയിട്ടുള്ളത്. കാരണം ക്രിമിനൽ കോൺസ്പിറസി പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ അത്യപൂർവമായി മാത്രം തെളിയിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് നമ്മുടെ നിയമ സംവിധാനത്തിലുള്ളത്, അല്ലെങ്കിൽ തെളിവ് നിയമത്തിലുള്ളത്. സ്വാഭാവികമായിട്ടും ഇവിടെ 120B തെളിയിക്കുന്നതിനു വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളെ എങ്ങനെയൊക്കെ പരാജയപ്പെടുത്താൻ കഴിയും, എവിടെയൊക്കെ അത് തച്ചു തകർക്കാൻ കഴിയുമെന്നാണ് 8-ാം പ്രതിയുടെ അഭിഭാഷകൻ ശ്രമിച്ചിട്ടുള്ളത്. ആ ശ്രമം കൊണ്ടുപിടിച്ച് നടന്നിട്ടുണ്ട് എന്നുള്ളതും മാത്രമല്ല, ഒരു സീനിയർ അഭിഭാഷകൻ, അദ്ദേഹത്തെ പോലെ പരിണിത പ്രജ്ഞനായിട്ടുള്ള ഒരു അഭിഭാഷകൻ കോടതി മുറിയിൽ വരുമ്പോൾ സ്വാഭാവികമായും പ്രോസിക്യൂഷനും കോടതിയുമൊക്കെ മറ്റ് അഭിഭാഷകർക്ക് നൽകുന്ന പരിഗണനയ്ക്കപ്പുറം പരിഗണന നൽകി എന്നുള്ളതാണ് ഈ 7 മാസത്തോളം വരുന്ന ക്രോസ് എക്സാമിനേഷൻ അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ ഫെബ്രുവരി 15 മുതൽ കഴിഞ്ഞ ആഴ്ച വരെ കഴിഞ്ഞ 100-ലധികം ദിവസമായി ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ നിലയിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇങ്ങനെ 6 മാസം ക്രോസ് ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണോ? അങ്ങനെ വിചാരണ കോടതി അങ്ങനെ ഈ പറയുന്ന ഇതുപോലെയുള്ള ക്രിമിനൽ കേസുകളിൽ അനുവദിക്കുന്ന കാര്യമാണോ? മാത്രമല്ല, 8-ാം പ്രതിക്കെതിരെ വന്നിട്ടുള്ള കുറ്റകൃത്യം എന്ന് പറയുന്നത് 120B മാത്രമാണ്. സ്വാഭാവികമായി 120B മാത്രം നിൽക്കുമ്പോൾ 1-ാം പ്രതിക്ക് 120B പ്രൂവ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ബലാത്സംഗം അടക്കമുള്ള എല്ലാ കുറ്റങ്ങളും സ്വാഭാവികമായും 8-ാം പ്രതി ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ വരുമല്ലോ. ഓഫൻസുകളും തട്ടിക്കൊണ്ടുപോകൽ അടക്കം, സ്ത്രീത്വത്തെ അപമാനിക്കുക, ബലാത്സംഗം ചെയ്യുക തുടങ്ങിയിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും 8-ാം പ്രതിക്കും ബാധകമാവും. മറിച്ച് ഈ 120B മാത്രം ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഒരു ക്രിമിനൽ അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം, അന്വേഷണ ഉദ്യോഗസ്ഥനോട് 120B മാത്രം ചോദിച്ചാൽ മതി. ഇവിടെ 1-ാം പ്രതിയുടേത് അടക്കമുള്ള മുഴുവൻ പ്രതികളുടെ കൂടി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചോദ്യം ചോദിച്ചിരിക്കുന്നു എന്ന് വേണം 1800 പേജുള്ള ക്രോസ് എക്സാമിനേഷനിലൂടെ 8-ാം പ്രതിക്ക് വേണ്ടി അഭിഭാഷകൻ ചെയ്തിട്ടുള്ളത് എന്ന് വേണം നമുക്കിപ്പോൾ അനുമാനിക്കാൻ. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വന്നു മറ്റു പ്രതികളുടെ കൂടി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അദ്ദേഹം ക്രോസ് എക്സാമിനേഷൻ ചെയ്തതുകൊണ്ടാണ് ഇത്രയും കാലതാമസം വന്നിട്ടുള്ളത്. അത് കോടതി അനുവദിക്കാൻ പാടില്ലായിരുന്നു. പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ കൃത്യമായിട്ടുള്ള ടൈം ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു കേസിൽ ഇപ്പോൾ ഓൾറെഡി ആ സമയം കഴിഞ്ഞു. ആ സമയം കഴിഞ്ഞിട്ട് പോലും ആ വിചാരണ പൂർത്തീകരിക്കാൻ കഴിയില്ല. കാരണം ഇനിയിപ്പോൾ ഈ ഇത്രയധികമുള്ള സാക്ഷികളിന്മേൽ വന്നിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രതികൾക്ക് മേൽ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് കോടതിയെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവമേറിയതും മാത്രമല്ല വളരെ സമയമെടുക്കുന്നതുമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അതുകൊണ്ടാണ് കോടതി ഇപ്പോൾ ആ പ്രക്രിയ കൂടി കഴിയുന്നതിന് ഇനിയും കാലതാമസം എടുക്കുമല്ലോ, അതുകൊണ്ട് ജാമ്യം നൽകാം എന്ന തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിലൊരു പിഴവ് പറ്റിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ആ പിഴവ് പ്രോസിക്യൂഷൻ തുടർ നടപടികളിലെങ്കിലും തിരുത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്.